ജനുവരി 6-ാം തീയതി ആരംഭിച്ച് ഇന്നിവിടെ അവസാനിക്കുന്ന ശ്രീനാരായണ ധർമ്മപ്രകാശിനി പ്രാർത്ഥനാ മന്ദിരത്തിന്റെ 99ാമത് സ്വർഗവാതിൽ ഏകാദശി മഹോത്സവവും അതോടൊപ്പം 100ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ആരംഭവും 83ാമത് SNDP ശാഖാ വാർഷികവും 53ാമത് ശ്രീനാരായണ ഗ്രന്ഥശാല വാർഷികവും 41ാമത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ വാർഷികവും 24ാമത് ശ്രീനാരായണ പഠന കൺവെൻഷനും ഒക്കെ നടക്കുന്ന ഈ സമ്മേളന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന SNDPയുടെ ഈ ശാഖയുടെ കൺവീനർ ശ്രീ ശ്രീജിത്ത് MS, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ ആൻസറൻ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത അവർ, ശ്രീ സുരേഷ് കുമാർ അവർ, ശ്രീ ഗോപാലകൃഷ്ണൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രാർത്ഥനാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ആനന്ദ്, സെക്രട്ടറി രാഹുൽ, മറ്റ് ഭാരവാഹികളായിട്ടുള്ള സനൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ഷിജു, ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ജയകുമാർ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രസിഡന്റ് തങ്കച്ചി, ശ്രീ രാഹുൽ SP, വസന്തകുമാരി ഉൾപ്പെടെയുള്ള മറ്റ് ഭാരവാഹികളെ, ശ്രീനാരായണീയ ഭക്തരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഈ 4 ദിവസം 5 ദിവസമായിട്ട് നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഈ സമാപന സമ്മേളനം അടുത്ത 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ധർമ്മപ്രകാശിനി പ്രാർത്ഥനാ മന്ദിരത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കൂടിയാണ് ആയിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ഇന്നിവിടെ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് ഈ ഭൂമിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുക. ഈ സമ്മേളനം ശ്രീനാരായണ ധർമ്മ പ്രചാരണ സമ്മേളനം എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിട്ടുള്ളത്. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം, ആ വിഷയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീർഷകത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ശ്രീനാരായണ ധർമ്മം എന്താണ്, ശ്രീനാരായണ ധർമ്മത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ആർക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല. ഇന്ന് ലോകം നിരവധി സംഘർഷങ്ങളാൽ ആ സംഘർഷങ്ങളിൽ പെട്ടുടലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലും പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികളിലുമൊക്കെ നമ്മളെല്ലാവരും നേരിട്ട് അത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. മഹാഭാരത യുദ്ധം ഏത് കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി എല്ലാ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, മഹാഭാരത യുദ്ധത്തിന്റെ ആ യുദ്ധം വാസ്തവത്തിൽ ഏത് കാലഘട്ടത്തിൽ നടന്നാലും അതിന് ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനം എന്തൊക്കെയാണെങ്കിലും മഹാഭാരത യുദ്ധത്തിലെ മൗലികമായിട്ടുള്ള പ്രശ്നങ്ങൾ
ആ പ്രശ്നങ്ങൾ ഇന്നും പ്രസക്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, നീതിയും അനീതിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് ഇന്നും എല്ലാ മേഖലകളിലും നടക്കുന്നു. അത് ഓരോ വ്യക്തിയുടെയും മനസ്സിനുള്ളിൽ നടക്കുന്നു. വാസ്തവത്തിൽ മഹാഭാരത യുദ്ധത്തിൽ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണമോ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണമോ എന്നുള്ള ഒരു ആന്തരിക സംഘർഷം, ആ ആന്തരിക സംഘർഷം ഓരോ വ്യക്തിയും അവരുടെ മനസ്സിൽ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ് എന്ന് വിലയിരുത്തുന്ന പണ്ഡിതന്മാരുണ്ട്. ഇതേപോലെ ശ്രീനാരായണ ധർമ്മത്തിന്റെ പ്രസക്തി, ശ്രീനാരായണ ധർമ്മത്തിന്റെ ആനുകാലികമായിട്ടുള്ള പ്രസക്തി, ആ പ്രസക്തി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഗോളതലം തൊട്ട് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉൾപ്പെടെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്യരാക്കുന്ന സന്ദേശമാണ് ഗുരുദേവന്റെ ജീവിതം, ഗുരുദേവന്റെ ഈ സമൂഹത്തോട് നടത്തിയിട്ടുള്ള നിരവധി ദർശന പൊരുള്. ഗുരുദേവ ദർശനത്തെ ഏത് പേരിട്ട് വിളിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പല ചർച്ചകളുണ്ടായി. ഗുരുദേവ ദർശനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുദേവ ദർശനം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഗുരുദേവ ദർശനം മനുഷ്യൻ തമ്മിലുള്ള ഒരു തരത്തിലുള്ള വേർതിരിവും ഭേദഭാവനയും അംഗീകരിക്കാത്ത ഒന്നാണ്. ഗുരുദേവ ദർശനം മനുഷ്യനെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒക്കെ പേരിൽ വേർതിരിക്കാത്ത ഒന്നാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പല ആളുകൾ പല പേരുകൾ പറയും. അങ്ങനെ പല പേരുകൾ പറയുന്നതിൽ ചില ആളുകൾ പറഞ്ഞു ഗുരുദേവന്റെ ഈ ദർശനത്തിന്, ആ ദർശനം ഭാരതത്തിന്റെ പാരമ്പര്യവുമായിട്ടും ഭാരതത്തിന്റെ ചരിത്രവുമായിട്ടും ഒരു ബന്ധമില്ലാത്തതാണ് എന്ന് പറയുന്ന ആൾക്കാർ. ഗുരുദേവന്റെ ദർശനത്തിന്റെ ഈ പറഞ്ഞ അന്തസത്ത, മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഭേദമില്ല എന്നുള്ള ചിന്ത, മനുഷ്യനെ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിൽക്കേണ്ടതല്ല, നിർത്തേണ്ടതല്ല എന്നുള്ള ചിന്ത, ആ ചിന്ത എന്റെ വിലയിരുത്തൽ, എന്റെ പഠനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഭാരതത്തിന്റെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഏറ്റവും പൗരാണികമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാട്ടിൽ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ശക്തി, ആ ശക്തി എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് വിളിക്കാം. പക്ഷെ ആ ശക്തി എന്നിലും നിന്നിലും കുടികൊള്ളുന്നു. ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ആ ശക്തിയുണ്ട്. എല്ലാ ചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്ന ശക്തിയാണ് എന്നിലും നിന്നിലും ഉള്ളത്. ഇത് ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ, ഈ നാട്, ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ തത്വമസി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്
നമ്മള് എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളെ കാണാൻ, വിഷയങ്ങളെ സമീപിക്കാൻ, വസ്തുതകളെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, ഏകം സത് വിപ്ര ബഹുധാ വദന്തി, സത്യമൊന്നാണ്, പണ്ഡിതന്മാർ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഗുരുദേവൻ പിന്നീട് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഗുരുദേവൻ പറഞ്ഞു, പല മതസാരവുമേകം. എല്ലാ അഭിപ്രായങ്ങളുടെയും, പല മതം എന്ന് പറഞ്ഞത് നമ്മളിന്ന് വിവക്ഷിക്കുന്ന ആരാധനാ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതം എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. കാരണം ഗുരുദേവൻ അതത് സന്ദർഭങ്ങളിൽ ഗഹനമായിട്ടുള്ള അർത്ഥത്തോടു കൂടിയിട്ടാണ് ഗുരുദേവൻ പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുള്ളത്. ഗുരുദേവന്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്കാലത്തുള്ള ചില ആളുകൾ പറഞ്ഞ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോ ആ ക്ഷേത്രത്തിൽ ഗുരുദേവൻ സമൂഹത്തിലെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം, ഈശ്വരാരാധന, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ച തൃപ്പാദങ്ങൾ അങ്ങനെ നടത്തിയ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ, ആ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവരെക്കാൾ താഴ്ന്നവരായിട്ടുള്ള ചില ജാതിക്കാരെ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചപ്പോ ഗുരുദേവൻ ആ കാര്യം കേട്ടിട്ട് പറഞ്ഞു, നമുക്ക് ആലോചിക്കാം, ഒരു വർഷം കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞതാണ്. ആളുകളൊക്കെ വിചാരിച്ചു, ശരി, അടുത്ത കൊല്ലം രണ്ടാമതും ഗുരുദേവൻ വരുമ്പോ നമുക്ക് ആലോചിക്കാം. വർഷം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോ മഴ പെയ്തപ്പോ ഗുരുദേവൻ പറഞ്ഞു, വർഷം കഴിഞ്ഞു, നമുക്കിനി നമ്മൾ ഈ പറയാ വാശിയിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ വർഷം എന്നുള്ളതിന് നമ്മൾ കണക്കാക്കുന്ന അർത്ഥം മാത്രമല്ല ഗുരുദേവൻ കണക്കാക്കി. പല മതസാരവുമേകം എന്നുള്ളതിന് നമുക്ക് വിവിധ മതങ്ങൾ പറയുന്ന അർത്ഥം, അതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് എന്ന് കണക്കാക്കാം. പല അഭിപ്രായങ്ങൾ, പല വീക്ഷണങ്ങൾ, പല ചിന്താഗതികൾ, ആ ചിന്താഗതികളിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളുടെ അന്തസ്സത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ശങ്കരന്റെ മതമാണ് എന്റെയും മതം എന്ന് ഗുരുദേവൻ പറഞ്ഞത്. കാരണം എന്താ ശങ്കരന്റെ മതം? ആദിശങ്കരൻ പറഞ്ഞത് മനുഷ്യനിലും മൃഗത്തിലും എല്ലാം ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, സ്ത്രീയും പുരുഷനിലും ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, പ്രപഞ്ച ശക്തി തന്നെയാണ് എന്നിലും നിന്നിലും ഉള്ളത്. അതുകൊണ്ടാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കാരണം രണ്ട് വിഭാഗം യുവാക്കൾ ചേർന്ന് വിഗ്രഹ പ്രതിഷ്ഠ വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാദപ്രതിവാദം നടത്തിയപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കാരണം ആദ്യം നീ നിന്നെ തന്നെ കാണണം, നിന്നെ തന്നെ അറിയണം, താൻ തന്നെ തന്നെ മനസ്സിലാക്കുകയും തന്നെ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തെ അറിയുന്നതിനേക്കാൾ മുൻപ് വേണ്ടത് എന്നുള്ള ചിന്ത. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അതിൽ എഴുതി വെച്ചപ്പോ ഓം ശാന്തി എന്നുള്ളതിന് ഷായുടെ ദീർഘം വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഷായുടെ ദീർഘം വിട്ടുപോയപ്പോ സാരമില്ല, അങ്ങനെയായാലും മതി. കാരണം എന്താ? കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നാസ്തികനായിട്ടുള്ള ചാർവാകൻ ദൈവമേ ഇല്ല, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലാവാം എന്ന് പറഞ്ഞ ചാർവാകനെ പോലും മഹർഷിയായിട്ട്, മുനിയായിട്ട് കണക്കാക്കിയ ആളാണ്
ആളുകളാണ് നമ്മുടെ പൂർവികർ. സ്വാമി വിവേകാനന്ദൻ, മാക്സ് മുള്ളർ എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകനുണ്ട്, പണ്ഡിതൻ. ആ മാക്സ് മുള്ളറെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അദ്ദേഹം ഋഷിയാണ്. കാരണം ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പാണ്ഡിത്യവും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വീക്ഷണവുമുള്ള മാക്സ് മുള്ളർ. ആ മാക്സ് മുള്ളർ എങ്ങനെയാണ് ഋഷിയാവുക? നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ മാക്സ് മുള്ളറെ ഋഷി എന്ന് വിളിക്കാൻ പറ്റില്ല, മാക്സ് മുള്ളറെ മഹർഷി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം മാക്സ് മുള്ളർ ഇന്ത്യക്കാരനല്ലാത്ത ഒരാളെ, ഹിന്ദുമതത്തിന്റെ ഭാഗമല്ലാത്ത ഒരാളെ ഋഷി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. അത് ഈ നാടിന്റെ പാരമ്പര്യമാണ്. വിയോജിപ്പിനുള്ള അവസരം, നമ്മളിപ്പോ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നതാണ്. യുവർ റൈറ്റ് ടു ഒപ്പോസ് മീ, അല്ലെങ്കിൽ യുവർ റൈറ്റ് ടു ഡിസഗ്രി. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ആരാധനയുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ ബോധമാണ് ഈ രാജ്യത്തുണ്ടായത്. മഹാദേവനെ ആരാധിക്കണോ? മഹാദേവനെ ആരാധിക്കാം. മഹാഗണപതി ആരാധിക്കണം, അങ്ങനെ ആരാധിക്കാം. മഹാകാളിയെ ആരാധിക്കാം. മഹാകാളിയെ വിവിധ രൂപത്തിൽ ആരാധിക്കാം. ഭദ്രയായിട്ട് ആരാധിക്കാം, ദുർഗയായിട്ട് ആരാധിക്കാം, ശ്രീരാമനെ ആരാധിക്കാം, ശ്രീകൃഷ്ണനെ ആരാധിക്കാം, ഗുരുവായൂരപ്പനായിട്ട് ആരാധിക്കാം. ഇതെല്ലാം ഒന്നാണ്. ആ കൂട്ടത്തിൽ ആരാധന എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും അവരുടേതായിട്ടുള്ള ഈശ്വരനെ അവർ ആരാധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് അത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾ ഇസ്ലാമിക മതത്തിൽപ്പെടുന്ന ആളുകൾക്ക്, ജൂതമതത്തിൽപ്പെടുന്ന ആളുകള് അവരും ഈ ഈശ്വരനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയാത്തതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം. ഇസ്രായേലിലെ സംഘർഷം അല്ലെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷത്തിന്റെ അടിസ്ഥാനം അതാണ്. ഇന്ത്യയുടെ ചിന്താഗതിയായിട്ടുള്ള സനാതന ധർമ്മവുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ല ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന്റെ കാരണമായിട്ടുള്ളത്. അവിടെയൊക്കെ സംഘർഷം ഉണ്ടാകുന്നത് ക്രൈസ്തവ വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും ജൂതമത വിശ്വാസികളും ഇവരൊക്കെ തമ്മിലുള്ള സംഘർഷമാണ്. കാരണം ഞാൻ ആരാധിക്കുന്ന രീതിയിൽ മാത്രമേ ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന, അങ്ങനെയല്ലാത്ത ആരാധനാ രീതികളെ അംഗീകരിക്കുന്നതിലുള്ള വിയോജിപ്പ്, അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത സമീപനം. അതുകൊണ്ടാണ് ലോകത്ത് പണ്ടുകാലങ്ങളിലും യുദ്ധങ്ങൾ നടന്നത്, ഇന്നും ഏറ്റുമുട്ടലുകൾ നടക്കും. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ മാത്രമാണ് ശരിയായിട്ടുള്ള ഈശ്വരൻ, ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനിൽ വിശ്വസിക്കാത്തവരൊന്നും തന്നെ ശരിയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശ്വരനേ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ ആളായിട്ട് കണക്കാക്കപ്പെടുന്ന ചാർവാകൻ, ആ ചാർവാകനെ നമ്മൾ വിളിച്ചത് ചാർവാക മുനി എന്നാണ്, ചാർവാക മഹർഷി. അപ്പൊ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം, ആ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന ശക്തി, അത് മരങ്ങളിലും പർവ്വതങ്ങളിലും നദികളിലും എല്ലാ മനുഷ്യരിലും ഉൾക്കൊള്ളുന്നത് ഒരേ ശക്തിയാണ്.
അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് അതിന്റെ അന്തസത്ത. മനുഷ്യനും മനുഷ്യനും തമ്മിൽ രണ്ടുപേരിലും എല്ലാവരിലും ഉൾക്കൊള്ളുന്നത് ഇതേ പ്രപഞ്ചത്തിലുള്ള ചൈതന്യമാണെങ്കിൽ ഞാനും ഈശ്വരനാണ്, നീയും ഈശ്വരനാണ്. ആ ഈശ്വരീയത എന്നിൽ കുടികൊള്ളുന്നത് പോലെ എല്ലാവരിലും കുടികൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ മറ്റൊരാളെ വേർതിരിവോടുകൂടി കാണാൻ പറ്റും? എനിക്കെങ്ങനെ വേറൊരാളെ ഭേദഭാവനയോടുകൂടി കാണാൻ പറ്റും? എനിക്കെങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തയുണ്ടാകും? എനിക്കെങ്ങനെ ലിംഗ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തയുണ്ടാകും? സ്ത്രീ പുരുഷ ഭേദം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് പലതും ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകളെ തീണ്ടാപ്പാട് അകലെ നിർത്തുന്ന സാഹചര്യമുണ്ടായി. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായിട്ട് തരംതിരിച്ചു. ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ, അല്ലാതെ ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനല്ല. ആർക്കാണോ ബ്രഹ്മജ്ഞാനമുള്ളത് അവനാണ് ബ്രാഹ്മണൻ. ആ ബ്രഹ്മജ്ഞാനമുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ പണ്ഡിതനാണ് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു സ്ഥിതി, അങ്ങനെയുള്ള ഒരു വിശേഷണം, ആ വിശേഷണത്തെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോ ആ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇതേ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ, അങ്ങനെയുള്ള മഹത്തുക്കൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് ജന്മം കൊണ്ടു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചുകൊണ്ട് ആ പ്രവൃത്തി അവർ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. ഗുരുദേവൻ മതനിരാകരണം നടത്തിയില്ല. ഗുരുദേവൻ പറഞ്ഞില്ല ഈ മതത്തിന് ഞാൻ എതിരാണ്, ഈ മതത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഈ മതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, അങ്ങനെ പറഞ്ഞില്ല. പകരം ഗുരുദേവൻ പറഞ്ഞു, എന്നിലും നിന്നിലും ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണെങ്കിൽ നിനക്കൊക്കെ ഉള്ള അതേ അധികാരം എനിക്കുമുണ്ട്. അതുകൊണ്ട് എനിക്കും പ്രതിഷ്ഠ നടത്തും. ഞാൻ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ചോദിച്ച ആളുകളോട് പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞത് അത് ഈഴവ ശിവനെയാണ്. അങ്ങനെയല്ല, ഗുരുദേവൻ പറഞ്ഞത് നമ്മുടെ ശിവൻ. കാരണം അവിടെ നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള ശിവസങ്കല്പം, ആ ശിവസങ്കല്പത്തെയാണ് ഞാൻ പ്രതിഷ്ഠ നടത്തിയത്. ഈ ഒരു വിശാലമായിട്ടുള്ള ഭേദങ്ങൾ, വിശാലമായിട്ടുള്ള ഈ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമീപനം, ആ സമീപനത്തിൽ പിന്നീടുള്ള കാലത്ത് ജീർണത ഉണ്ടായപ്പോൾ ഗുരുദേവൻ ജന്മം കൊണ്ടുകൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന തന്റെ ചിന്താഗതിയിലുള്ള തന്റെ പൂർവികരായിട്ടുള്ള ആളുകൾ, തന്റെ സമാന മനസ്കരായിട്ടുള്ള സമാന ധർമ്മം ആചരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നീ പോകുന്ന വഴി തെറ്റാണ്, നീ അബദ്ധസഞ്ചാരം നടത്തുകയാണ്, നീ നേരായ വഴിയിലേക്ക് നീങ്ങണം. ദയാനന്ദ സരസ്വതി പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധി, രാമകൃഷ്ണ പരമഹംസനെ പോലെയുള്ള ആളുകൾ, സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പുണ്യം ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ തരത്തിൽ എന്താണോ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത, ആ ചിന്തയിൽ നിന്നും മാറിപ്പോകാൻ എപ്പോഴൊക്കെ ശ്രമങ്ങൾ നടന്നോ, എപ്പോഴൊക്കെ ജീർണത ഉണ്ടായോ ആ ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള മഹത്തുക്കൾ ഈ ഭൂമിയിൽ അവതാരം കൊണ്ടു, ജന്മം കൊണ്ടു. അവരിലെ ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം, ആ ചൈതന്യത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ആലയത്തിൽ ഗണപതിയുടെ വിഗ്രഹം വെച്ച് നമ്മൾ ആരാധിക്കുന്നു, മറ്റൊരു ആലയത്തിൽ
ഗുരുദേവന്റെ വിഗ്രഹം, ഗുരുദേവന്റെ ഛായാപടം വെച്ചിട്ട് നമ്മൾ ആരാധിക്കും. കാരണം ഗുരുദേവൻ നമ്മളെ സംബന്ധിച്ചോളം ആരാധ്യ പുരുഷനാണ്. ഗുരുദേവന്റെ ചൈതന്യവും ഗുരുദേവന്റെ ഈശ്വരീയതയും, ആ ഈശ്വരീയതയെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഗുരുദേവനെ കേവലം സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയും മാത്രമായിട്ട് കാണുന്നത്. ഗുരുദേവൻ ഇതിനേക്കാളൊക്കെ വലുതാണ്. അതേസമയത്ത് ഗുരുദേവൻ ഏത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിച്ചിരുന്നത്, ഏത് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനാണോ അക്കാലത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നത്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഗുരുദേവൻ സ്ഥാപിച്ച എല്ലാ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളാണ്, ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ചില ആളുകൾ ഈ മതം വിട്ട് ബുദ്ധമതം സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോ ഗുരുദേവന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന മഹാകവി കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വടക്കൻ കേരളത്തിലെ തീയ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അങ്ങനെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുദേവനും തീയ സമുദായത്തിൽ പിറന്ന ആളുകളാണ്, ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള തീയ സമുദായത്തിൽ പിറന്ന ആളുകളാണ്. ആ ഹിന്ദു സമൂഹം എല്ലാ വിഭാഗം ജനങ്ങളെയും, ദരിദ്രരെയും ധനികരെയും വിജ്ഞാനികളെയും അജ്ഞാനികളെയും എല്ലാവർക്കും ഒരേപോലെ സുഖവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പക്ഷെ പിന്നീട് ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ആ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച് മനുഷ്യനും തമ്മിൽ ഭേദമില്ല എന്നുള്ള ചിന്ത, എല്ലാവരിലും ഉൾക്കൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, പ്രപഞ്ച ശക്തിയാണ് എന്നുള്ള ചിന്ത, ആ ചിന്തയ്ക്ക് പകരം സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ജാതീയതയാണ്, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മയാണ്, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ രാജവാഴ്ചയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു കേസിന്റെ വാദത്തിനിടയിൽ അവര് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിൽ, ഹൈന്ദവർ ധർമ്മത്തിൽ പാലിക്കേണ്ട ചില കടമകൾ, ആ കടമകളാണ് സനാതന ധർമ്മത്തിന്റെ കാതൽ എന്നാണ് അഭിപ്രായപ്പെട്ടത്. തൊട്ടുകൂടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സനാതന ധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് പറഞ്ഞത്, ഞാനല്ല. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ ആവശ്യമാണോ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ സന്നദ്ധമായിട്ടുള്ളൊരു ചിന്താരീതി. ഞാൻ 1000 കൊല്ലം മുമ്പേ പറഞ്ഞു വെച്ചതിൽ ഒരു മാറ്റവും തയ്യാറല്ല, 1500 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ചതിൽ ഒരു മാറ്റവും തയ്യാറല്ല എന്ന് ശഠിക്കുന്ന ഒരു ചിന്താഗതിയല്ല സനാതന ധർമ്മത്തിന്. കാലാനുസൃതമായ, കാലാനുചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ചില മൂല്യങ്ങൾ, നിത്യമായിട്ട് നിൽക്കുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സനാതന ധർമ്മം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോ ആ ശിവപ്രതിഷ്ഠക്കെതിരായിട്ട് ഈ നാട്ടിൽ അക്രമം ഉണ്ടായില്ല, ഈ നാട്ടിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായില്ല. കാരണം സനാതന ധർമ്മത്തിന്റെ അന്തസത്ത എന്താണ്, അടിസ്ഥാനം എന്താണ് എന്നറിയുന്ന, ആ കാലത്ത് ജാതീയമായിട്ട് അവർണരും സവർണരും എന്നുള്ള നിലയിൽ കണക്കാക്കപ്പെട്ടിരുന്ന എല്ലാവർക്കും അതിന്റെ യഥാർത്ഥ അർത്ഥം അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പലപ്പോഴും ആലപിക്കുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ
എന്ന് തുടങ്ങുന്ന ഗുരുസ്തവം എഴുതിയതാണ്. ആ മഹാകവി കുമാരനാശാൻ പറയുന്നത്, വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായെങ്ങു വസിപ്പൂ മല പോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തെ എന്നാണ്. വേദാഗമസാരങ്ങൾ, ഉപനിഷത്തുകളുടെയും വേദത്തിന്റെയും ഒക്കെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് ഗുരുദേവൻ പരിലസിക്കുന്നു എന്ന് കുമാരനാശാൻ പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോ ഈ പ്രാർത്ഥനയില്, ദൈവദശകത്തിന്റെ പ്രാർത്ഥനയിൽ ചൊല്ലിയപ്പോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. എന്താ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ? തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത്, നമ്മുടെ തിരുവനന്തപുരത്ത് പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞിരുന്നു. ആ തമ്പുരാനല്ല ഈ തമ്പുരാൻ. മഹാരാജാവിനെ തമ്പുരാൻ വിളിച്ചിരുന്നു. ഈ തമ്പുരാൻ സർവേശ്വരനാണ്. ദൈവദശകത്തിന്റെ ഓരോ വരിയും എടുത്ത് പരിശോധിച്ചാൽ ഈശ്വരീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആധ്യാത്മികതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള, സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യർ തമ്മിൽ ഭേദം കാണാത്ത ചിന്ത, ആ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് യാതൊന്നും തന്നെ ദൈവദശകത്തിലില്ല. അതുകൊണ്ട് ഗുരുദേവന്റെ ഈശ്വരീയത, ഗുരുദേവനിൽ ഉൾക്കൊള്ളുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഇടക്കാലത്തുണ്ടായിട്ടുള്ള ജീർണതകളെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, ആരാധനയുടെ പേരിലുള്ള വ്യത്യാസങ്ങൾ, ആരാധനയുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് പ്രസക്തമല്ല എന്ന് പറഞ്ഞാൽ, ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കാവുന്ന വേദങ്ങളും ഉപനിഷത്തുകളും, മാക്സ് മുള്ളർ എന്ന് പറയുന്നത് ചുരുങ്ങിയത് 3500 വർഷങ്ങളുടെ പഴക്കമുള്ളതാണെന്നാണ്. ആ 3500 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ആധുനിക കാലത്ത് ജീവിക്കുന്ന, ആധുനിക കാലത്തിൽ പ്രചരിതമായിട്ടുള്ള മറ്റ് നിരവധി മത ആരാധനാ സമ്പ്രദായങ്ങൾ ഉടലെടുത്തത്. അതിനു മുൻപുള്ളതാണ് ഈ സനാതനധർമ്മം. അതുകൊണ്ട് സനാതനധർമ്മം മറ്റേതെങ്കിലും ആരാധനാ രീതിയുമായിട്ട് താരതമ്യമേ ചെയ്യാൻ പറ്റാത്തതാണ്. ആ ആരാധനാ രീതികളിൽ നിന്നും ഏറെ പിറകോട്ട് പോയാൽ ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് സനാതനധർമ്മം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയും. ഇംഗ്ലീഷിൽ ഇൻക്ലൂസീവ് തോട്ട് എന്ന് പറയുന്ന ചിന്ത, ആ സനാതനധർമ്മം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ, ആ ദർശനങ്ങൾ, ആ ചിന്തകൾ, ഗുരുദേവന്റെ കൃതികൾ, കീർത്തനങ്ങൾ, ആ കൃതികളുടെ പ്രസക്തി, ആ പ്രസക്തി ഇന്ന് എല്ലാ കാലത്തേക്കാളും വർദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാകുമ്പോഴാണ്, ഏറ്റവും വലിയ ഇരുട്ടുണ്ടാകുമ്പോഴാണ് ഒരു തിരിയുടെ പ്രാധാന്യം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. കൂരാക്കൂരിരുട്ടിലാണ് ഒരു തിരി വെട്ടം, ആ ഒരു തിരി വെട്ടത്തിന്റെ പ്രസക്തി നമുക്ക് ഏറ്റവും കൂടുതൽ ബോധ്യമാകുന്നത്. ആ തിരി അത് ലോകത്തിന് മുഴുവൻ തന്നെ പ്രകാശം നൽകുന്ന തരത്തിൽ, ലോകത്തിന് മുഴുവൻ തന്നെ വെളിച്ചം നൽകുന്ന തരത്തിൽ, ലോകത്തിന് മുഴുവൻ തന്നെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ചിന്ത എന്നുള്ള നിലയിൽ ഈ ഭാരതത്തിന്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചിന്ത നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം. അതിലൂടെ ഈ നാടിനും ഈ മുഴുവൻ
ലോകം മാത്രമല്ല, നമ്മുടെ നാട്ടില് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ലോകം എന്നുള്ള വാക്ക് ചെറിയ വാക്കാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ തന്നെ വെളിച്ചമേകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഈ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും